മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന വഴി ഉദംഗ മഹർഷിയെ കണ്ടു. പിരിയാൻ നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വരം നൽകാൻ കൃഷ്ണൻ തീരുമാനിച്ചു. പക്ഷേ കൃഷ്ണൻ്റെ വിശ്വരൂപം തന്നെ കണ്ട ഉദംഗ മഹർഷിക്ക് വേറെ ഒരു വരവും വേണ്ടിയിരുന്നില്ല. അവസാനം ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴൊക്കെ തനിക്ക് ദാഹിക്കുന്നുവോ അപ്പോഴൊക്കെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കണമെന്ന വരം ആവശ്യപ്പെട്ടു. അങ്ങനെ ആവട്ടെ എന്ന് കൃഷ്ണൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഒരു ദിവസം ഉദംഗ മഹർഷിക്ക് വനത്തിലൂടെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ദാഹം തോന്നി. തനിക്ക് കൃഷ്ണനിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് ഒരു കാട്ടാളൻ അതുവഴി വരുന്നത് കണ്ടത്. കീറിയ മുഷിഞ്ഞ വസ്ത്രവും കൂടെ 5 വേട്ടനായ്ക്കളും ഉണ്ടായിരുന്ന അയാളുടെ ചുമലിൽ ഒരു തുകൽ സഞ്ചി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഉദംഗ മഹർഷിയെ കണ്ടിട്ട് കാട്ടാളൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയെ കണ്ടിട്ട് ദാഹം കൊണ്ട് തളർന്നത് പോലെയുണ്ടല്ലോ, ഇതാ ജലം കുടിച്ചാലും എന്ന് പറഞ്ഞിട്ട് തൻ്റെ തുകൽ സഞ്ചിയിലെ ജലം വാഗ്ദാനം ചെയ്തു. പക്ഷേ യാതൊരു വൃത്തിയുമില്ലാത്ത ഈ കാട്ടാളൻ്റെ വേഷവും സഞ്ചിയും ഒക്കെ കണ്ടിട്ട് അതൊക്കെ ഇഷ്ടപ്പെടാണ്ടിരുന്ന ഉദംഗ മഹർഷി പറഞ്ഞു, സുഹൃത്തെ നന്ദി, പക്ഷേ എനിക്ക് ജലം വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് മനസ്സിൽ സങ്കടത്തോടെ കരുതി, കൃഷ്ണ നീ എനിക്ക് തന്ന വരം എവിടെ പോയി? കാട്ടാളൻ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കാൻ ഉദംഗനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഹർഷി വെള്ളം വേണ്ട എന്ന് നിഷേധിച്ചു കൊണ്ടേയിരുന്നു. അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി. അപ്പോഴാണ് ഉദംഗ മഹർഷിക്ക് ഇതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല എന്ന് മനസ്സിലായത്. ആകെ വിഷമത്തിലായ അദ്ദേഹത്തിന് മുന്നിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് ഉദംഗമുനി ചോദിക്കുകയാണ്, കൃഷ്ണ ഇതെന്ത് പരീക്ഷണമാണ്? ഒരു വൃത്തിയില്ലാത്ത കാട്ടാളൻ്റെ കൈവശമാണോ ജലം കൊടുത്തയക്കുന്നത്? അപ്പോൾ കൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു, ഉദംഗ അങ്ങക്ക് ദാഹിച്ചപ്പോൾ ഇന്ദ്രനോട് അമൃത് തന്നെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃത് കുടിച്ച് അമരനാവുന്നത് ഇഷ്ടമില്ലാണ്ടിരുന്ന ഇന്ദ്രൻ അതിന് തയ്യാറായില്ല. അവസാനം എൻ്റെ നിർബന്ധം കാരണം ഒരു നിബന്ധന ഇന്ദ്രൻ ഇങ്ങോട്ട് മുന്നോട്ട് വച്ചു. ഒരു കാട്ടാളൻ്റെ രൂപത്തിൽ പോയി മാത്രമാണ് ഞാൻ ഉദംഗന് അമൃതം കൊടുക്കൂ എന്നായിരുന്നു ആ നിബന്ധന. അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയതുകൊണ്ട് ഈ പരീക്ഷണം ജയിക്കുമെന്നും കാട്ടാളൻ്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനിൽ നിന്നും അമൃത് കുടിക്കുമെന്നും വിശ്വസിച്ചു. ഞാൻ തന്നെയാണ് അതിന് സമ്മതിച്ചത്. പക്ഷേ ഇതാ നിൻ്റെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രൻ്റെ മുന്നിൽ ഞാനും തോറ്റുപോയിരിക്കുന്നു. ഇത് കേട്ട് ഉദംഗ മഹർഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. യഥാർത്ഥ ജ്ഞാനം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കൃഷ്ണൻ തന്നെ നടത്തിയ ഒരു പരീക്ഷണമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഒരാളുടെ മതമോ കുലമോ വസ്ത്രമോ ഒന്നുമല്ല പ്രധാനം, എല്ലാവരും തുല്യരാണ് എന്നുള്ള കാര്യം ഉദംഗം മറന്നുപോയിരുന്നു. കാട്ടാളനിലും ഉള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്ന് ഉദംഗമുനിക്ക് കൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു.